ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സിറിയയിൽ നടക്കുന്നത് പുറത്തു പറയാൻ പ്രയാസമുള്ള സംഗതികളാണ്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അഫ്ഗാനിലും അതെ, ബംഗ്ലാദേശിലും അതെ, പലസ്തീനിലും അതെ, ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ സിറിയയിൽ. സിറിയ പിടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. പലസ്തീനിലെ ഏതാണ്ട് ഹമാസിനെ ഒരുവിധം പെരുവഴിയിലാക്കിയിട്ടുണ്ട്, അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട്. ഹൂതികളെയും ഹിസ്ബുല്ലയുടെയും നേതാക്കന്മാരുടെയും ഒക്കെ തല ഇസ്രായേലിൽ വീണു കഴിഞ്ഞു. ഇനിയും സിറിയയെ മര്യാദ പഠിപ്പിക്കുമെന്ന് പറഞ്ഞത് നെതന്യാഹു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് സിറിയ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും വിമതരുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങളാണ് നടക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. തലസ്ഥാനമായ ഡമസ്കസ് വിമത സൈന്യമായ ഹയാത്ത് തഹ്രീൻ അൽ ഷാം വളഞ്ഞിരിക്കുന്നു. മറ്റ് 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ പിടിച്ചതായി ഇവർ അവകാശപ്പെടുന്നുണ്ട്. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് നാമമാത്രമാണ്. വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തി എന്ന് HTS തലവൻ അഹമ്മദ് അൽഷാറ വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടു. വിമതർ തലസ്ഥാനത്ത് നിന്ന് വീണ്ടും 20 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിമതർ അധികാരം പിടിക്കുമെന്ന ഘട്ടമെത്തിയതോടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് സുരക്ഷിതമായ സ്ഥാനം തേടി രാജ്യം വിട്ടു എന്നാണ് അഭ്യൂഹം. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ട് എന്നും ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വടക്കൻ നഗരമായ അലപ്പോ, മധ്യമേഖലയായ ഹമ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങളിൽ ഒക്കെ ഏതാണ്ട് കൈയടക്കിയിരിക്കുന്നു വിമതർ. തെക്കൻ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈക്കുള്ളിലാക്കിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമായതോടുകൂടി വിമതർക്ക് കാര്യങ്ങൾ എളുപ്പമായി. താലിബാനികൾ അധികാരം സ്ഥാപിക്കാൻ വന്നപ്പോൾ അഫ്ഗാൻ ഒരടിച്ചമർത്തലിനോ എതിർപ്പിനോ നിൽക്കാതെ അവർക്ക് കീഴടങ്ങിയതുപോലെ. അതിനിടയിൽ പ്രസിഡന്റ് പലായനം ചെയ്തു എന്ന് പറയാൻ വിമതർ അദ്ദേഹത്തെ പരിഹസിക്കുന്ന വിധത്തിൽ അടിവസ്ത്രം മാത്രം ധരിച്ച ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. വിമതർ തലസ്ഥാനമായ ഡമസ്കസിന് 20 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ സേന തലസ്ഥാന നഗരം വളയുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് വിമതരുടെ കമാൻഡർ പറഞ്ഞിരുന്നെങ്കിലും സിറിയൻ പ്രതിരോധ മന്ത്രാലയം അത് നിഷേധിച്ചു. പക്ഷേ ഡമസ്കസിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് സിറിയൻ സൈന്യം പിൻവാങ്ങി. പ്രധാന നഗരങ്ങളിലൊന്നായ ഹോംസിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ വിമത സേന ഡമസ്കസിലേക്ക് നീങ്ങുകയാണ് എന്നാണ് യുദ്ധ നിരീക്ഷകനായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമതർക്ക് അധികാരം കൈമാറി സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അധികാരം കൈമാറിയതിന് പിന്നാലെ അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിഞ്ഞു എന്നും വാർത്തകൾ വരുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത നേതൃത്വവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചാണ് അൽ ജലാലി അധികാരം കൈമാറിയത്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി ഉൾപ്പെടെ രാജ്യം വിട്ടിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു. അതേസമയം താൻ സ്വന്തം വീട്ടിലുണ്ടെന്നും എവിടേക്കും രക്ഷപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അധികാര കൈമാറ്റത്തിൽ സഹകരിക്കാൻ പ്രധാനമന്ത്രി സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ ഔദ്യോഗിക കൈമാറ്റം വരെ രാജ്യത്തെ സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ തന്നെ ഉണ്ട് എന്നാണ് വിമത നേതാവ് വ്യക്തമാക്കിയത്. വിമതസേന തലസ്ഥാനത്ത് പ്രവേശിച്ച ഉടനെ ബാഷർ അൽ അസദ് വിമാനത്തിൽ അജ്ഞാതമായ സ്ഥലത്തേക്ക് പോയതായിട്ടാണ് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ബാഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന വാർത്തകൾക്ക് പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ സിറിയൻ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തലസ്ഥാനമായ ഡമസ്കസിൽ സ്ഥാപിച്ചിരുന്ന ബാഷർ അൽ അസദിന്റെ പിതാവിന്റെ പ്രതിമകൾ ജനങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ബംഗ്ലാദേശിൽ ഇത് സമാനമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് സിറിയ. ഏതൊരു രാജ്യവും ഇസ്ലാം ഭൂരിപക്ഷമാകുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ബംഗ്ലാദേശും സിറിയയും ഒക്കെ ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനു മുമ്പ് ഇറാനും ഇതേ അവസ്ഥയിലൂടെ തന്നെയായിരുന്നു, ഇപ്പോഴും അതെ. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് തലസ്ഥാനമായ ഡമസ്കസ് വിട്ടു എന്നും പറയുന്നു. ബഷാർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായി എന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിറിയ പിടിച്ചെടുത്തതായി വിമതസേന അറിയിച്ചു.
ഡമസ്കസിലേക്ക് വിമതസേന പ്രവേശിച്ചു എന്ന വാർത്തകൾക്ക് പിന്നാലെ വിമാനത്തിൽ അജ്ഞാതമായ സ്ഥലത്തേക്ക് പ്രസിഡന്റ് യാത്ര തിരിച്ചു എന്നും 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കുകയാണ് ജനങ്ങൾ. സിറിയൻ സൈന്യവും സുരക്ഷാ സൈന്യവും ഡമസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയതായി യുദ്ധവിവരങ്ങൾ നിരീക്ഷിക്കുന്ന സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFPയും റിപ്പോർട്ട് ചെയ്തു. അസദിനെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ സേന സിറിയൻ തലസ്ഥാന നഗരത്തിലെ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചു പോയി എന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചും AFP റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങളായി അസദ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംഘടനയായിരുന്നു ഹിസ്ബുള്ള. സിറിയയിലെ ലറ്റാക്കിയ, ലെബനനിലെ ഹെർമൽ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഹിസ്ബുള്ളയുടെ സൈനികർ പിന്മാറിയത്. ഡമസ്കസിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് വിമതസേനയെ നയിക്കുന്ന ഹയാത്തു തഹ്രീർ അൽ ഷംസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വടക്കുള്ള അലപ്പോ മേഖലയായ ഹമ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങളിൽ കൈയടക്കിയ വിമതർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്തു. ക്യുനൈത്ര, ദേറ, സുവൈദ എന്നീ തെക്കൻ പ്രദേശങ്ങളും കൈയടക്കി കഴിഞ്ഞു സിറിയ. ഡമസ്കസിൽ ആകെ സംഘർഷാവസ്ഥയാണ് എന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. പണം പിൻവലിക്കുന്നതിന് വേണ്ടി ATMന് മുന്നിൽ നിന്ന നീണ്ട ക്യൂ ആണ് ഇപ്പോൾ. സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന പ്രവണതയും കൂടുന്നുണ്ട്. നിരത്തുകളിൽ ഗതാഗത കുരുക്ക് ശക്തമായി അനുഭവപ്പെടുന്നു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം. അസദിന്റെ പിതാവ് അന്തരിച്ച ഹാഫിസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു. 100 കണക്കിന് സിറിയൻ സൈനികർക്ക് അഭയം കൊടുത്തതായി ഇറാഖ് അറിയിച്ചു. ഇക്കൂട്ടത്തിൽ 2000-ൽ പരം സൈനികരുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. സിറിയയിലെ അൽ ഖ്വയ്ദയുടെ ഉപസംഘടനയാണ് ഹയാത്തു തഹ്രീർ അൽ ഷംസ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഭീകര സംഘടനയായി മുദ്രകുത്തിയിട്ടുള്ള സംഘടനയാണിത്. അതിനിടയിൽ ഇതുവരെ 3.70 ലക്ഷം ജനങ്ങൾ അഭയാർത്ഥികളായിട്ടുണ്ട് എന്ന് UN-ന്റെ കണക്ക് പുറത്തു വന്നിരുന്നു. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ഭീകര സംഘടനയെ അനുവദിക്കില്ല എന്ന് നിയുക്ത US ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. സിറിയയിലെ പ്രശ്നത്തിൽ നിന്നും അകലം പാലിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ട്രംപ് വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താതിരുന്നത്. സിറിയ പ്രശ്നത്തിലാണ്, എന്നാൽ അവർ ഞങ്ങളുടെ സുഹൃത്തല്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US-ന് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പ്രശ്നത്തിൽ ഇടപെടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബഷാറുൽ അൽ അസദ് സർക്കാരുമായി US-ന് നയതന്ത്ര ബന്ധമില്ല. എന്നാൽ സിറിയയുമായിട്ടുള്ള 1000-ഓളം വരുന്ന US സൈന്യത്തെ സംബന്ധിച്ച് ട്രംപ് മൗനം പാലിക്കുകയാണോ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. രക്തരൂക്ഷിതമായ ആഭ്യന്തര കലാപം തുടരുന്ന സിറിയയിൽ തലസ്ഥാനമായ ഡമസ്കസ് വളഞ്ഞു എന്ന് വിമതസേന അവകാശപ്പെട്ടിരുന്നു. 3 സുപ്രധാനമായ നഗരങ്ങൾ വിമതസേന പിടിച്ചെടുത്തു എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സിറിയയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ യുഗം അവസാനിച്ചു എന്ന് വിമതർ പറഞ്ഞു. സിറിയ സ്വതന്ത്ര രാജ്യമായി എന്ന് വിമതർ പ്രഖ്യാപിച്ചു. സിറിയയുടെ ചരിത്രത്തിൽ പുതിയ യുഗത്തിലാണ് തുടക്കം കുറിക്കുന്നതെന്ന് വിമതർ പറഞ്ഞു. കഴിഞ്ഞ 50 വർഷമായി സിറിയ ബാത്തിസ്റ്റ് ഭരണത്തിന്റെ അടിച്ചമർത്തലിലായിരുന്നു. 13 വർഷത്തെ കുറ്റകൃത്യം, സ്വേച്ഛാധിപത്യം, കുടിയൊഴിപ്പിക്കൽ എന്നിവയെല്ലാം അതിജീവിച്ച് ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം അധിനിവേശ ശക്തികളെയും നേരിട്ട് സിറിയ ഇരുണ്ട യുഗം അവസാനിപ്പിച്ച് പുതുയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നും വിമതർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട്. പുതിയ സിറിയ പരസ്പര സഹകരണത്തോടുകൂടിയായിരിക്കും പ്രവർത്തിക്കുക. ഇവിടെ നീതി നടപ്പാകും. സിറിയക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടും. മുമ്പുണ്ടായിരുന്ന കറുത്ത ഏടിനെ മാറ്റി പുതിയൊരു യുഗത്തിലാണ് തുടക്കം കുറിക്കുന്നതെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. എന്നാൽ ബഷാറിന്റെ പതനത്തിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ സിറിയൻ തെരുവുകളിൽ ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തി. തലസ്ഥാനമായ ഡമസ്കസിൽ സ്ഥാപിച്ചിരുന്ന ബഷാറുൽ അസദിന്റെ പിതാവിന്റെ പ്രതിമകൾ ജനങ്ങൾ തകർക്കുന്നതിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതിനിടയിൽ പ്രസിഡന്റ് ബഷാറുൽ അസദ് രാജ്യം വിട്ടു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ രാജ്യം വിടാൻ തനിക്ക് പദ്ധതിയില്ല എന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി പറഞ്ഞു. പൊതുസ്ഥാപനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ വിമതർ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുസമ്പത്ത് സംരക്ഷിക്കാൻ പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പോരാ, ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യം പോരാ, വ്യക്തി സ്വാതന്ത്ര്യം പോരാ, ജനാധിപത്യമില്ല ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞ്, അതല്ലെങ്കിൽ ജനാധിപത്യം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല, ഞങ്ങൾക്ക് മതാധിപത്യമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സിറിയയിലേക്ക് ആടുമേക്കാൻ വേണ്ടി പോയ ഒട്ടനവധി ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്നുണ്ട്. നിമിഷ ഫാത്തിമയെ പോലെയുള്ള ആളുകൾക്ക് ഇന്ത്യ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അമ്പലം, ചർച്ച്, പള്ളി, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ മതമില്ലാത്തവർ മിക്സ്ഡ് ചെയ്തിട്ടുള്ള ഒരു കൾച്ചറിനെ അംഗീകരിക്കാൻ കഴിയാതെ എങ്ങും അല്ലാഹു അക്ബർ എന്ന് മുഴങ്ങുകയും തൊട്ടടുത്ത നിമിഷം പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്യുന്ന സിറിയയും അഫ്ഗാനും ഒക്കെയായിരുന്നു അവർ തിരഞ്ഞെടുത്തിരുന്നത്. ഏതാണ്ട് താലിബാനുകൾ അഫ്ഗാൻ പിടിച്ചെടുത്തതോടുകൂടി കാബൂളിലെ ജയിലിലുണ്ടായിരുന്ന ഒട്ടനവധി ആളുകളും ലൈംഗിക അടിമകളായി മാറിയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ന് സിറിയയ്ക്കും. സിറിയയിലും ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും പോയ, സർവോപരി കേരളത്തിൽ നിന്ന് പോയ
അനേകം ആളുകളുണ്ട്. അവരിനി മുതൽ ഈ വിമത സംഘടനയുടെ ലൈംഗിക അടിമകൾ മാത്രമാണ്. നന്ദി.